വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് പുതുതലമുറയെ എത്തിക്കാൻ ആധുനിക രീതിയിലുള്ള വായനശാല നിർമ്മിച്ച മാതൃകയായിരിക്കുകയാണ് അന്നമനട ഗ്രാമപഞ്ചായത്ത്. വായനശാലയ്ക്ക് പുറമെ 7ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് ചിറകടിച്ചുയരാൻ വേണ്ട പദ്ധതികളും പഞ്ചായത്തിന്റെ കീഴിൽ അവലംബിച്ചിട്ടുണ്ട്. നമുക്കൊരു ലൈബ്രറി കാണാം, ഒരു പഞ്ചായത്ത് ലൈബ്രറി. ഒരു പഞ്ചായത്ത് ലൈബ്രറി എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന നിങ്ങൾ പ്രതീക്ഷിച്ച ദൃശ്യങ്ങളായിരിക്കില്ല ഒരുപക്ഷെ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറി. അന്നമനട പഞ്ചായത്താണ് 90 ലക്ഷം മുതൽ മുടക്കിൽ ഈ ലൈബ്രറി നിർമ്മിച്ചത്. ഹാർഡ് കോപ്പികൾക്ക് പുറമെ വായനക്കാർക്ക് ഡിജിറ്റലായിട്ടുള്ള സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട ഇ പേപ്പറുകളും വിവിധങ്ങളായിട്ടുള്ള സബ്സ്ക്രിപ്ഷനുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാഭാഗമുള്ളൊരു ഹാള്, കുറച്ച് പുസ്തകങ്ങളുണ്ടാവും, നമ്മളതിൽ കയറും. പിന്നെ ഒരു റീഡിംഗ് റൂം ഉണ്ട്. തീരെ സൗകര്യങ്ങളില്ല. നമുക്ക് വരാനൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു ഇങ്ങനെ. പിന്നെ കുട്ടികൾക്കും വന്ന് പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇതിപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ മോളാണെങ്കിൽ വൈകുന്നേരം മിക്ക ദിവസവും കൂട്ടുകാർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ കയറി പുസ്തകം പഠിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ റീഡിങ്ങിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ നിലവിലുള്ള ലൈബ്രറിയെ ആധുനികവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊപ്പം മത്സരാധിഷ്ഠിത പരീക്ഷകൾക്ക് കൂടി സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വായനയും റഫറൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പഠനഭേദ്യമാക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരു 10,000-ൻ്റെ അടുത്ത് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച സിവിൽ സർവീസ് അക്കാദമി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 400-ലധികം കുട്ടികൾക്ക് ഒരു സ്കോളാസ്റ്റിക് എബിലിറ്റി ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 50 കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സിലബസ് തയ്യാറാക്കി അവിടെ നിന്നുള്ള ഫാക്കൽറ്റികളെ വെച്ചുകൊണ്ട് 12ാം ക്ലാസ് വരെ ഒരു 5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സിവിൽ സർവീസ് പരിശീലനം കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഒരു ബാലസൗഹാർദ്ദ പഞ്ചായത്താണ്. ഇപ്പോൾ കലാതൽപരരായ കുട്ടികൾക്ക് കലാകേന്ദ്രം അച്യുതപാറ വാദ്യകലാകേന്ദ്രം ആരംഭിച്ചു. ഒരു കായികക്ഷമതയുള്ള വിദ്യാർത്ഥികളായി ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. വ്യത്യസ്തങ്ങളായ അഭിരുചിയുള്ള കുട്ടികളുടെ അവരെ അഭിരുചിക്കനുസരിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുത്ത് ഒരു പൗരബോധമുള്ള വിദ്യാസമ്പന്നരായ കുട്ടികളാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. കാലം മാറുകയാണ്. ആ മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള വഴി വെട്ടിയിരിക്കുകയാണ് അന്നമനട ഗ്രാമപഞ്ചായത്ത്. അന്നമനടയിൽ നിന്നും ആന്റണി ഗ്രേർക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.